ഹായ്, ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. രാത്രി നല്ല മഴയായിരുന്നു. വെളുപ്പിനെ 5 മണിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു. 4 മണിയായപ്പോൾ 4 മണി മുതൽ മഴ തുടങ്ങി. 5 മണിയൊക്കെ ആയപ്പോൾ എന്നാലും മഴ കുറഞ്ഞു. എനിക്ക് പുറത്ത് ഇവിടെ ബാത്റൂം സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമസ്കാരത്തിന് ഉളവെടുക്കാനൊക്കെ മുറ്റത്ത് പോകണം. ഉളവെടുക്കാനും മുറ്റത്ത് പോയാൽ പറ്റും. എന്നാലും ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും പുറത്ത് ഇറങ്ങണം. മഴയുമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ, ഇന്നിപ്പോൾ ഒരുപാട് പക്ഷികളൊക്കെ വന്ന് നമ്മുടെ എൻ്റെ മരമുന്തിരിയൊക്കെ ഞാനെല്ലാം പ്രൂൺ ചെയ്തൊക്കെ വെച്ചതാണ്. അനാറ് ഒരെണ്ണം എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു, ഒരെണ്ണപ്പുറത്തിരിപ്പുണ്ട്. അന്ന് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി, ചൂട് കൂടുതലല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് പോകട്ടെ, നമുക്ക് ശരിക്കും നനച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പം മഴ തന്നെ മഴ. ഇപ്പോൾ ഒരാഴ്ചയായി മഴ തുടങ്ങിയിട്ട്. മഴ അങ്ങോട്ട് മാറുന്നില്ല. ഇതൊക്കെ ഇന്ന് പെയ്ത് തോരുമായിരിക്കും. പ്രാർത്ഥിക്കുന്നു മഴയൊന്ന് മാറ്റിത്തരണേ. ഞാൻ ചൂട് കാരണം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ മഴയൊന്ന് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ ജൂൺ 1 മുതൽ കാലവർഷം ശക്തിപ്പെടുമെന്നാണ് ന്യൂസ്. ഈ ഒരു കൊക്ക് പെണ്ണ് റോഡിൽ കൂടെ ഓടി ഓടി വരുന്നത് അതുകൊണ്ട് ഈയലിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈയാമ്പാറ്റ. അതിനെ പിടിക്കാൻ വരിക, അതിനെ തിന്നാൻ വേണ്ടി വരിക. അടുത്ത ആളും പറയുന്നുണ്ട്. കൊള്ളാലോ. ഓടി വാ മക്കളെ, ഓടി ഓടി വാ, ഓടി ഓടി വാ, ഓടി ഓടി വാ താരക്കണ്ണ. എല്ലാവരും വരും ഇവിടെ കേട്ടോ, പക്ഷികളും. ഈയാമ്പാറ്റ പിടിക്കാൻ വന്നതാ. പക്കമ്മ പോവാണോ? മാൻഡിവില്ല കിടക്കുന്നതുണ്ടോ? ഞാനീ പവിഴമല്ലിയെ കയറ്റി വിട്ടതാണ്. അതാ പവിഴമുല്ല, ഇത് പവിഴമല്ലി. പവിഴമല്ലിയിലോട്ട് കയറ്റി വിട്ടാൽ അത് നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് മേളിലിങ്ങനെ പന്തലിച്ച് കിടക്കും. എന്ത് ഭംഗിയാണെന്നറിയോ? റോഡിൽ പോയി നോക്കണം, നിറച്ച് പൂക്കളം. എന്നിട്ടിങ്ങനെ വള്ളിയെല്ലാം താഴോട്ട് വന്ന് തൂങ്ങി കിടക്കും. ഞാൻ കുറച്ച് ഇതിൻ്റെ കൊമ്പെല്ലാം കോതിയായിരുന്നു ഈ പവിഴമല്ലിയുടെ. ഒത്തിരി ഷെയ്ഡായിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് ആദ്യം കുറേ നിർത്തിയിരുന്നു. നിൽക്കട്ടെ, ഇവർക്കൊക്കെ ഒരു തണൽ കിട്ടുമല്ലോ നമ്മൾ. പിന്നെ എല്ലാം കൂടെ താഴോട്ട് കിടന്നപ്പോൾ കുറേ എല്ലാം കോതി വിട്ട് ചെടികളെല്ലാം കുറേ പേർക്ക് വീണ്ടും ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. എല്ലാം ബാക്കിലോട്ട് മാറ്റിയതാണ്, വീണ്ടും ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. ഒത്തിരി ഉണ്ട്, ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ മാടത്തപ്പെണ്ണ് അവിടെ നിന്ന് വേണ്ട ഈയാമ്പാറ്റ കഴിക്കുക. വേണ്ട കാണാവോ? ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പക്ഷികളൊക്കെ ഒരുപാട് പേര്. ഈയൽ പകൽ വന്നത് നന്നായി. രാത്രിയാണ് അടുക്കളയിലും വീടിനകത്ത് ലൈറ്റ് വെട്ടമുള്ളിടത്തെല്ലാം ഇവർ വരുമല്ലോ. അത് എല്ലാം ചിറക് ഒഴിഞ്ഞ് വീഴുകയും ചെയ്യും. പിന്നെ ഉറുമ്പും കയറി ആകാമെന്നൊക്കെ പ്രശ്നം. ഇവിടെയൊക്കെ ഈ കണ്ടത്തിൻ്റെ ഏരിയ ഒക്കെ ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയായി കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങളാണ് ഇവിടെ നിന്ന്. ചെതലാണ്, ഭയങ്കര ചെതലാണ് ഇവിടെ എല്ലാം. ഈ പോട്ടിൻ്റെ അടിക്കെല്ലാം ചെതലാണ്. ഞാൻ എന്നും ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ട് നടക്കും. എപ്പോഴും എനിക്കിതെല്ലാം പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ക്ലീൻ ചെയ്യാനും സമയമുള്ളൂ. ഇവിടുത്തെ മണ്ണ് കൊള്ളത്തില്ല. ഇവിടെ എല്ലാം അപ്പടി ഇതുവാണ്. അട്ടയുടെ ബഹളമാണ്. മഴയാകുമ്പോൾ ഭയങ്കര അട്ടശല്യമാണ്. അട്ടയും ഒച്ചും ഈ ഈയാമ്പാറ്റ, ചെതല്. ഈ ചെതല് വളരുന്നതാണല്ലോ ഈയാമ്പാറ്റ. പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ. കൊക്കമ്മയ്ക്കൊക്കെ പെരുന്നാളായതുകൊണ്ട് നടന്നങ്ങ് ഇരയെടുക്കുക. ഒരാൾ തെക്കോട്ടോടി. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തമ്പുരാൻ ഇരയെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ഭക്ഷണങ്ങൾ അടച്ചവൻ അരികും. ഇത് നമ്മുടെ തായ്ലൻഡ് മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? മഴയായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല. മാങ്ങയൊക്കെ കുറച്ച് കിട്ടി എനിക്ക് കേട്ടോ. പ്രാവശ്യം നേരത്തെയൊക്കെ കേട് വരുമായിരുന്നു. ഇപ്പോൾ കേടൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം രാവിലെ രാവിലെ അല്ല, ഇന്നലെ വൈകിട്ടാണ് എടുത്തത്. മഴയായതുകൊണ്ട് പഴുത്ത് നിൽക്കുമായിരുന്നു. എടുത്തുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് കഴിക്കണം. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ദശയുണ്ട്. എല്ലാവരും പറഞ്ഞു ദശയൊന്നുമില്ല, അങ്ങനെ തൊലിയും അതിൻ്റെ മാങ്ങേൻ്റെയും മാത്രമേ ഉള്ളൂ. ഒന്നുമല്ല, നല്ല ദശയുള്ള മാങ്ങയായിരുന്നു. എല്ലാ സീസണിലും കായ്ക്കുകയും ചെയ്യും. എപ്പോഴും ഓൾ സീസണാണ്.
ഞാൻ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടല്ലേ മാങ്ങ ഇഷ്ടം പോലെ കുറേ കൊല വന്നത്, അതെല്ലാം ഇതാ എപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കുക, പക്ഷെ അത് കൊഴിഞ്ഞു പോവുക. ഒന്നോ രണ്ടോ മാങ്ങയെ പിടിക്കത്തുള്ളൂ, ബാക്കി ചൂട് കൂടുതലല്ലായിരുന്നു, അതുകൊണ്ടാണ്, ചൂട് കൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ നന്നായി കിട്ടിയാണ്. പിന്നെ വളക്കുറവുണ്ടായിരുന്നു, ഞാൻ ശരിക്കും വളം ചെയ്തില്ല. അതൊരു വല്ലാത്ത സ്ഥലത്താണ് കൊണ്ട് നട്ടത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പൈപ്പ് ലൈനൊക്കെ പോകുന്നത്, അതിൻ്റെ ആഴത്തിൽ കുഴിയെടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടുകാരെ ഞാനിപ്പം വീഡിയോസ് ഇടുന്നില്ല, ഷോർട്ടും ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ വാച്ച് കവറെല്ലാം പോയി, ഇനി ആദ്യം മുതൽ വരണമായിരിക്കും, എന്തോ എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി. എന്തായാലും എല്ലാവരും എന്നെ ഇത് വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ കേട്ടോ. ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്നില്ല, ആരും ലൈവിലും പോകുന്നില്ല, എല്ലാവരും ലൈവിൽ പോയിക്കൊണ്ടിരുന്നു. ആരും നമ്മുടെ ഒരു ലോങ് വീഡിയോ ഉണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരത്തില്ല. ഒരു പരോപകാരം ചെയ്യാത്ത മനുഷ്യർ, നമ്മളെന്തോ കൊണ്ടുപോകാൻ, ദുനിയാവി നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ. ഒരു ഡാൻസ് കളിക്കുന്നവരുടെയൊക്കെ കാണാൻ 10,000 ആൾ കാണും, പക്ഷെ നമ്മളെപ്പോലുള്ളവരുടെ ഒന്നും ഒരു വീഡിയോ കണ്ടുപോലും സപ്പോർട്ട് ചെയ്ത് തരാൻ ആരുമില്ല. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുമോ? നമ്മുടെ കൊക്കമ്മ നിൽക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജീവജാലങ്ങളെയൊക്കെ, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ പക്ഷികളെയും. പക്ഷെ എൻ്റെ ആമ്പൽ പോണ്ടിനകത്ത് ഇറങ്ങി കുളിച്ച് ഈ കിളികളെല്ലാം കുളിക്കുന്നതുകൊണ്ട് ആമ്പലിൻ്റെ പൂക്കളെല്ലാം എന്നും കളയും, ശല്യമാണ്. പിന്നെ എന്നാലും അതുങ്ങൾക്കും സ്വാതന്ത്ര്യം വേണമല്ലോ, പ്രകൃതി അവരുടേതാണല്ലോ, നമ്മൾ ആക്രമിച്ച് ഇങ്ങെടുത്തതല്ലേ, നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? കൊക്കമ്മ പെണ്ണ് കണ്ടോ, എൻ്റെ ആ ചെത്തിയിലൊക്കെ നിറച്ച് പൂക്കൾ നിന്നത്, ഇപ്പോൾ മഴവെള്ളം വീണെല്ലാം പോയി, പക്ഷെ പുതിയ തളിരിടുന്നുണ്ട്, ഇനി ഇഷ്ടംപോലെ പൂക്കൾ വരും. ഞാൻ കുറേ തെങ്ങൊക്കെ ഇറക്കിയായിരുന്നു, കുറേ സെയിലാക്കി, കുറേ ഐറ്റമൊക്കെ ഉണ്ട്, ബാക്കിലെല്ലാം കുറേ ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ, കാണിക്കാം കേട്ടോ. സമയം പോലെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. താങ്ക് യു.